Hello guys, welcome back. So let's get ready with me to my office. കൊറോണ ടൈമിലായിരുന്നു എൻ്റെ MBA കാലം, അതായത് 2020-22 ബാച്ച്. പഠിച്ചതൊക്കെ മുംബൈയിലായിരുന്നു, എങ്കിലും ക്ലാസ്സിൽ പോകേണ്ടി വന്നില്ല. 2-3 ടൈംസ്, അതായത് ഇന്റേൺഷിപ്പ് ടൈം, ഗ്രാജുവേഷൻ സെറമണിക്ക് അല്ലാത്ത രീതിയിൽ പോകേണ്ടി വന്നില്ല, കൊറോണയാണല്ലോ. അങ്ങനെ എൻ്റെ ക്ലാസ്സുകളെല്ലാം ഓൺലൈനായിരുന്നു. അങ്ങനെ പഠിത്തം ഏകദേശം ഫൈനൽ സെമിസ്റ്റർ എത്തി, പ്ലേസ്മെന്റിന് ടൈമായി. ഏകദേശം ഒരു 10-25 കമ്പനീസോളം ഓൾറെഡി വന്നു കഴിഞ്ഞു. ആൻഡ് അതിൽ 60% കുട്ടികൾക്ക് പ്ലേസ്മെന്റും ആയി കഴിഞ്ഞു. ഞാനാണെങ്കിൽ വരുന്ന കമ്പനീസിലൊക്കെ ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ടില്ല. അങ്ങനെ ഇരിക്കവെയാണ് ആ സന്തോഷ വാർത്ത. ഒരു സേഫ് സൈഡിൽ എനിക്കൊരു കമ്പനിയിൽ സെലക്റ്റഡ് ആയി. അതായത് HDFC ബാങ്കിലായിരുന്നു. അതും ഒരു റിലേഷൻഷിപ്പ് മാനേജർ ആയിട്ടായിരുന്നു അന്ന് എനിക്ക് സെലക്റ്റഡ് ആയത്. പക്ഷെ ബ്രാഞ്ച് വരുന്നത് ബോംബെ തന്നെയാണ്, മുംബൈ വാഷി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. ബാങ്ക് ആയതുകൊണ്ടും സെയിൽസ് ഉണ്ടാകും എന്നുള്ള പേടികൊണ്ടും ഞാനതൊരു സേഫർ സൈഡിൽ വെച്ചിട്ട് വീണ്ടും വരുന്ന കമ്പനീസിൽ ഞാൻ ഇന്റർവ്യൂ എടുക്കാൻ ശ്രമിച്ചു. അങ്ങനെയായിരുന്നു എൻ്റെ ഡ്രീം കമ്പനിയായ PwC വന്നത്. ഈ കമ്പനിയിലെ ഇന്റർവ്യൂ പ്രോസസ് ഇച്ചിരി കട്ടിയായിരുന്നു. ഏകദേശം 200+ സ്റ്റുഡൻസ് ആണ് ഈ കമ്പനി വന്നപ്പോൾ ഇന്റർവ്യൂവിന് ഇൻട്രസ്റ്റ് കാണിച്ചത്. അങ്ങനെ 4 റൗണ്ട്സ് ഓഫ് സെലക്ഷൻ ടെസ്റ്റ് ആയിരുന്നു. ഫസ്റ്റ് നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്, അതിന് പാസ്സാവണം. എന്നിട്ടാണ് നെക്സ്റ്റ് ആ സെലക്റ്റഡ് ആയ കുട്ടികൾ ഇവർ ഗ്രൂപ്പ് ഡിസ്കഷൻ എടുക്കുന്ന, എന്നിട്ട് അതിനും പാസ്സാവണം. അത് കഴിഞ്ഞ് ടോപ്പിക്കിനെ പറ്റി സംസാരിക്കണം. ആ റൗണ്ടും പാസ്സായതിനു ശേഷമാണ് ഇന്റർവ്യൂ തന്നെ ഏകദേശം 4 റൗണ്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഫൈനൽ ഇന്റർവ്യൂ റൗണ്ടിൽ 75 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. 200-ൽ നിന്ന് 75 പേര്. ആ 75-ൽ നിന്ന് 11 പേരെയാണ് ഇവർ സെലക്ട് ചെയ്തത്. അതിൽ ഒരാൾ ഞാനായിരുന്നു. ഞാൻ ഇപ്പോഴും ആ ദിവസം ഓർക്കുന്നു, 16th December 2021. അങ്ങനെ എല്ലാ ഫൈനാൻസ് സ്റ്റുഡൻസിൻ്റെയും ഡ്രീമായ ബിഗ് 4-ൽ എനിക്കും വർക്ക് ചെയ്യാൻ ഒരു അവസരം കിട്ടി. സോ വീട്ടിൽ പറഞ്ഞപ്പോൾ എല്ലാവരും ഷോക്കായി, പ്രത്യേകിച്ച് വാപ്പച്ചി. ഈവൻ എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റിയില്ലായിരുന്നു ആ ദിവസം. അങ്ങനെ ഇന്നേക്ക് 2.6 ഇയേഴ്സ് ആയി എൻ്റെ ഈ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട്. ഡെഫിനറ്റ്ലി ഇറ്റ് വാസ് നോട്ട് ആൻ ഈസി ജേർണി. ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ട്, സ്ട്രെസ് ഉണ്ടായിട്ടുണ്ട്, വർക്ക് ലോഡ് ഉണ്ടായിട്ടുണ്ട്, സ്ലീപ്ലെസ് നൈറ്റ്സ്, നെഗറ്റീവ് ഫീഡ്ബാക്സ്. അങ്ങനെ ഇറ്റ് വാസ് എ ലോങ് ജേർണി. ഇതിൽ വിട്ടുപോയ കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ 2.6 ഇയേഴ്സിൽ എനിക്ക് 4 അവാർഡ്സും 1 ബെസ്റ്റ് അസോസിയേറ്റും ആൻഡ് ഒരു പ്രൊമോഷനും കിട്ടിയായിരുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്നത്തെയും പോലെ എന്നും അത്യാവശ്യം നല്ല വർക്കുള്ളൊരു ദിവസമാണ്. പോരാത്തതിന് ഇന്ന് ടീമിൽ അങ്ങനെ ആരും വലുതായിട്ട് വന്നിട്ടില്ല. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും മാത്രമേ ഉള്ളൂ. സോ ഞങ്ങളങ്ങനെ ഞങ്ങളെ ചായ ആസ്വദിച്ച് ഗോസിപ്സും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ചത്. നിങ്ങളെൻ്റെ ഓഫീസ് കണ്ടിട്ടില്ലല്ലോ, ബാ നമുക്കൊരു റൗണ്ട് അടിച്ചിട്ട് വരാം. എൻ്റെ ഓഫീസ് വരുന്നത് ഹൈദരാബാദില് ഹൈടെക് സിറ്റിയായ റായ്ദുർഗ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ മൈ ഹോം ടു വിസ എന്ന് പറയുന്ന ഒരു ബിൽഡിംഗ് ഉണ്ട്. അതിൽ ലാസ്റ്റ് 5 ഫ്ലോർസ് ആണ് ഞങ്ങളുടെ ഓഫീസ്. അതിൽ 19th ഫ്ലോറിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ കാണുന്നത് ഈ 19th ഫ്ലോറിലെ വിശേഷങ്ങളാണ്. നമുക്ക് ഇരുന്നും നിന്നും കിടന്നും ജോലി ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട്, പ്ലേ സ്റ്റേഷൻസ് ഉണ്ട്, ജിമ്മുണ്ട്, ഡൈനിങ് ഏരിയാസ് ഉണ്ട്. പിന്നെ ഈ മൈ ഹോം ടു വിസയുടെ തന്നെ റെസ്റ്റോറൻറ്റ്സും നമുക്കുണ്ട്. ഈ ബിൽഡിങ്ങിൽ തന്നെ 2 റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് നമുക്ക്. അങ്ങനെ n നമ്പർ ഓഫ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ആണ് നമുക്ക് ഓരോ ബിൽഡിങ്ങിലും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സത്യം പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇതിലൊന്നും വലുതായിട്ട് സ്പെൻഡ് ചെയ്യാൻ
സമയം കിട്ടാറില്ല, വർക്ക് ലോഡ് കാരണം. ബട്ട് സ്റ്റിൽ കിട്ടുന്ന ടൈമൊക്കെ നമ്മളിതൊക്കെ യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. ബൈ, അപ്പോൾ പണിയെടുത്തിട്ട് വരാം. ബൈ. നമ്മൾ എവിടെ നിർത്തിയോ അവിടെ നിന്ന് തുടങ്ങാം. ഞാൻ ഒരു ടാക്സ് അസോസിയേറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഈ US കമ്പനീസിന് ടാക്സ് ഫയൽ ചെയ്യണം. ഇതാണ് എൻ്റെ വർക്ക്. എനിക്കൊരു സീസണൽ വർക്കാണ്. ഒരു വർഷത്തിൽ 4 months 5 months ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ വർക്കുള്ളത്. ബാക്കി എല്ലാ ടൈം ഞാൻ അത്യാവശ്യം ഫ്രീ ആണ്. ജോലി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 10-14 മണിക്കൂർ കണ്ടിന്യൂസ്ലി ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നമുക്ക് ലഞ്ചിന് ടൈമായി. ഇന്ന് നമുക്ക് ലഞ്ച് ഓഫീസിൽ നിന്നാവാം. ഇന്ന് ഞാൻ കേർഡ് റൈസ് ആണ് ഓർഡർ ചെയ്തത്. നമുക്ക് ഓഫീസിൽ വെറൈറ്റി ടൈപ്സ് ഓഫ് റൈസ് ഉണ്ട്. സാമ്പാർ റൈസ്, കേർഡ് റൈസ്, ലെമൺ റൈസ്. അപ്പോൾ ഞാൻ കഴിച്ചിട്ട് വരാം. ഇന്ന് നമ്മളുടെ ഓഫീസിൽ ഡാണ്ടിയയും അതുപോലെ ബతుకమ్మ ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു. സോ നമ്മൾ ഓരോ സെലിബ്രേഷൻസ് ഓഫീസിൽ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. സോ അങ്ങനെ വലിയ വർക്ക് ഇല്ലാത്തവരൊക്കെ പോയി ഡാൻസൊക്കെ കളിച്ചു എൻജോയ് ചെയ്തു. നമ്മളാണെങ്കിൽ 5 മിനിറ്റ് പോയി നിന്ന് കണ്ടിട്ട് തിരിച്ച് ബാക്ക് ടു വർക്ക്. ഇപ്പോൾ സമയം ഏകദേശം 8 മണി കഴിഞ്ഞു. എൻ്റെ ബാറ്ററി നല്ല ലോ ആയി തുടങ്ങി. എത്രയും പെട്ടെന്ന് വീടെത്തിയാൽ മതി എന്നായി. അങ്ങനെ രാവിലെ 9 മണിക്ക് ലോഗിൻ ചെയ്ത് ഞാൻ രാത്രി 10 മണിക്ക് ലോഗ് ഔട്ട് ചെയ്തു. ഞാനങ്ങനെ 10 മണിക്കുള്ള ക്യാബാണ് ഇന്ന് എടുത്തിരിക്കുന്നത്. പോരാത്തതിന് ഇന്ന് നമുക്ക് ന്യൂ ലാപ്ടോപ്പ് കിട്ടിയിട്ടുണ്ട്. സോ വീട്ടിൽ പോയിട്ട് അത് അൺബോക്സ് ചെയ്യണം. എവറി 2 years കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെ ലാപ്ടോപ്പ് റീപ്ലേസ് ചെയ്യണം. അതായത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ലാപ്ടോപ്പ് നമ്മൾ ഓഫീസിൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പുതിയ ലാപ്ടോപ്പ് അവർ തരും. ആക്ച്വലി ഇതൊക്കെ നമ്മുടെ ഡേറ്റയൊക്കെ സെക്യൂർ ചെയ്യാനായിട്ടും നമുക്ക് പ്രത്യേകിച്ച് ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ നമ്മളുടെ ലാപ്ടോപ്പ് യൂസ് ചെയ്യാനായിട്ടായിരിക്കും. ഇത് ആക്ച്വലി ലെനോവയുടെ ഒരു ലേറ്റസ്റ്റ് മോഡൽ ലാപ്ടോപ്പാണ്. എന്തെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, നമുക്ക് പേഴ്സണലി യാതൊന്നും ഓഫീസിൽ ലാപ്ടോപ്പിൽ യൂസ് ചെയ്യാൻ കഴിയത്തില്ല. എൻ്റെ ടീമിൽ എനിക്കാണ് ഫസ്റ്റ് റിപ്ലേസ്മെൻറ്റ് കിട്ടുന്നത്. സോ അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണ് ഈ കാണുന്നത്. സോ ഗൈസ്, അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.